പിന്നെ ഇപ്പം ഇന്നാൾ ആരോ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി, എല്ലാം അങ്ങ് തകർന്നു പോയി. അങ്ങനെയൊക്കെ എന്താ പടാ എന്ന് പറഞ്ഞാൽ പോരെ, പടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ. അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ മേഖലയിലൊന്നും നിലനിൽക്കാനേ പറ്റത്തില്ല. കാരണം നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും, ബസ് വരും. അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല, നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കാ നഷ്ടം വരിക? സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ, കിടക്കുവോ, വരുമോ, ഇവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും. അത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇരിക്കും. ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ്. പ്രതികരിക്കാതെ അവസാനിപ്പിക്കാൻ പ്രതികരിക്കുന്നതിന് ഒരു കളി തമാശയായിട്ടും വഴക്കല്ലാതെ അതൊരു സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഈ എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത്. അതേപോലെ ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അതാണ് റിയാലിറ്റി. നമ്മൾ പഠിക്കണം. എന്ത് നാടോ എന്ന് ചോദിക്കാം, അത് ചോദിച്ച് അല്ലെങ്കിൽ തമാശ വെറുതെ അങ്ങനെ എപ്പോഴും എല്ലാ സമയത്തും അത് പോസിബിൾ ആവണമെന്നില്ല. പക്ഷെ ചില സമയത്തെങ്കിലും അതിനെ വലിയൊരു വിഷയമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അയ്യോ ഞാൻ ഭയങ്കര ഇൻറ്റിമിഡേറ്റഡ് ആണ്, എനിക്ക് ഭയങ്കര ഞാൻ എങ്ങനെ ജോലി എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യാണെന്നുള്ള മോഡിലോട്ട് നമ്മൾ പോകും. ഇങ്ങനെയുള്ളതെല്ലാം റിയാലിറ്റിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നേ നമ്മൾ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അവരെ തോപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇനിയൊട്ടും ഉണ്ടാവുകയും ചെയ്യും. ഇതൊന്നും ശരിയായതിന് ശേഷം നമ്മൾ വന്ന് ഒരു മേഖലയിൽ നിന്നും നന്നാവാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. ലളിതാംബിക IAS പറയുമായിരുന്നു, ഫസ്റ്റ് IAS ഓഫീസർ. അവിടെ സ്ത്രീകൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ലാത്ത കാലത്താണ്. അവർ പറയുന്നത് സ്ത്രീകൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി, അതായത് ആണുങ്ങൾ 100 കിലോമീറ്റർ ഓടുന്നത് 10 മിനിറ്റിലാണെങ്കിൽ ഞങ്ങളത് 5 മിനിറ്റ് ഓടണം. എന്നാൽ മാത്രമേ നമുക്കൊരു പരിഗണന കിട്ടുള്ളൂ. അവരങ്ങനെ ഓടി ജയിച്ച സ്ത്രീകളാണ് നമ്മളുടെ പിൻഗാമികളായിട്ട് വന്ന് നമുക്ക് വഴി തെളിച്ചിട്ടുള്ളത്, അല്ലേ? ഞങ്ങളുടെയൊക്കെ കാലത്തും അതെ. എല്ലാ കാലത്തും നമ്മളെ കുറ്റം പറയാനും ട്രോൾ ചെയ്യാനും, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമല്ല, എന്നാൽ പോലും ചീത്തപ്പേര് പറയാനും പോസ്റ്റേഴ്സ് ഒട്ടിക്കാനും എല്ലാം നമ്മളെക്കുറിച്ച് അപവാദം പറയാനും എല്ലാം എല്ലാ കാലത്തും ആൾക്കാരുണ്ടാവും. അവരെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്താൽ നമ്മൾ ലൈഫിൽ വളരാൻ പറ്റുകയില്ല. നമ്മളുടെ ഫോക്കസ് എന്താണ്? നമുക്ക് നമ്മുടെ ജോലി ചെയ്യണം. അതിന് ബാക്കിയുള്ളവരെ അതിൻ്റേതായ പ്രാധാന്യത്തോടെ തള്ളിക്കളയുക. അതിനാവശ്യമുള്ള പ്രാധാന്യം കൊടുത്താൽ മതി, അതിനപ്പുറം ഒരു പ്രാധാന്യം കൊടുക്കരുത്, അല്ലേ? ഭയങ്കരമായിട്ട് പെൺകുട്ടികളങ്ങ് ഹാസിൽഡായി, അയ്യോ അവരങ്ങനെ തൊട്ടു ഇങ്ങനെ തൊട്ടു, ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യൂല, പോടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോലി ചെയ്യണം. ഒരാൾ അത്ര ആരുടെ അപ്രൂവൽ നമുക്ക് വേണ്ടല്ലോ. അവരുടെ അപ്രൂവലും കൂടെ നമുക്ക് വേണമെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് അവരോട് ചീത്ത പറയാനും പോടാന്ന് പറയാനും പറ്റാത്തത്. ആരുടെ അപ്രൂവൽ അവർക്കും വേണ്ട, നമ്മൾക്കും വേണ്ട. നമ്മൾ ജോലി ചെയ്യാൻ വന്നാൽ നമ്മൾ ജോലി ചെയ്യും. ആ വാശി വേണം, അല്ലേ? വേണം. ചേച്ചിയുടെ കുറേ ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കുമ്പോൾ ചേച്ചിയുടെ ലവ് സ്റ്റോറിനെ പറ്റി പറയുന്ന കുറേ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു. എനിക്കൊന്നും അതിൽ നിന്നാണോ ഇനി മിഥുൻ മാനുവൽ തോമസ് ഓം ശാന്തി ഓശാനയ്ക്ക് ഇൻസ്പിറേഷൻ എടുത്തതെന്ന് വരെ തോന്നിപ്പോയി. അന്നൊന്നും ഓം ശാന്തി ഓശാനയിലെ സമയത്തൊന്നും ഞാൻ ഒരു ഇൻ്റർവ്യൂ പോലും കൊടുത്തിട്ടില്ല. സംസാരിച്ചിട്ട് എങ്ങനെയാണോ എനിക്കറിയാം. ഭയങ്കര സാമ്യം. വീട്ടിൽ പോകുന്നു, അങ്ങോട്ട് ചാടിക്കയറി പ്രേമിക്കുന്നു, അങ്ങോട്ടേക്ക് ഇഷ്ടം പറയുന്നു. ആണല്ലേ? ഇല്ല, പക്ഷെ 2011 കണ്ടല്ലേ ഓം ശാന്തി ഓശാന? 13. ഞാൻ അതിനകത്തൊരു ടീച്ചറിന്റെ വേഷം ചെയ്തിട്ടുണ്ട്. മിഥുൻ മാനുവൽ ഇതറിയാനുള്ള ഒരു വഴിയില്ല. ഞാൻ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന അടുത്തല്ലേ, എറണാകുളത്ത് വന്നതിന് ശേഷം സംസാരിച്ച് ഇന്ററാക്ട് ചെയ്തിട്ട് ഇല്ല യൂണിവേഴ്സിലായിരിക്കും ചിലപ്പോൾ. ആരെങ്കിലും അമ്മന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഭയങ്കര പാഷനേറ്റായിട്ട് നിന്റെ പോലെ പ്രേമിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല? അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും പറയും. നീ കാര്യത്തിലൊരു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും പറയും. കാരണം അന്നൊക്കെ എന്തിനാണ് ഈ പ്രേമിച്ചത്, എന്തിനാണ് കല്യാണം കഴിച്ചതെന്ന് അന്ന് സംശയിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിമൻസ് കോളേജിൻ്റെ 125ാം വാർഷികം ഉണ്ടായിരുന്നു.
അപ്പോൾ അന്ന് ഭാരവാഹികളായിരുന്ന എല്ലാവരെയും ഒരു മെമൻറ്റോയും ഒരു ഇതുമൊക്കെ തന്നു, മെഡലും ഒക്കെ തന്നു. ഞാൻ എന്നെയൊക്കെ വിളിച്ചിരുന്നു ചെയർപേഴ്സണായിട്ട്. അപ്പോൾ സതീശന് പറഞ്ഞ് ഞാൻ പോകണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സതീശൻ പറഞ്ഞു വരണം കേട്ടോ, നിങ്ങൾ എന്തായാലും വരണം. നിങ്ങളുടെ കോളേജ് നമ്മൾ അത്രയും കല്യാണം കഴിച്ചതിൻ്റെ അല്ലെങ്കിൽ പ്രേമിച്ചതിൻ്റെ പേരിൽ അത്രയും ഇഷ്യൂസൊക്കെ ഉണ്ടായ കോളേജാണ്. അവിടെ ആ കോളേജ് നിങ്ങളെ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ അന്ന് ആ ഭാരവാഹികളായിരുന്ന മുഴുവൻ പേരും വന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞേ കണ്ട, ഞങ്ങൾക്ക് സതീശനെ കണ്ടാൽ മതി, മുഴുവൻ പേര് സതീശൻ്റെ കൂടെ നിന്ന് വർത്തമാനം പറയുമായിരുന്നു. എന്നിട്ട് പഴയ കഥകളും പ്രേമത്തെക്കുറിച്ചും ഒക്കെ അവർ പറഞ്ഞു, പഴയ കഥകളൊക്കെ പറഞ്ഞ് ചിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമായിരുന്നില്ല കണ്ടോ, സതീശനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി, ഇപ്പോൾ വിളിക്കുന്നത് അന്ന് എന്തോ ഒരു നമുക്ക് ചില ഇൻഡ്യൂഷൻ അടിക്കത്തില്ലേ, ഇതാണ് എനിക്ക് വേണ്ടതെന്ന്. പക്ഷേ ചേച്ചി ആ കാലം ആ സമയം അതത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് പെൺകുട്ടിക്ക് അങ്ങനെ കയറി പ്രേമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി ടഫല്ലേ ശരിക്കും പ്രാക്ടിക്കലി. ഞാൻ അതാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്, നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ഉറപ്പുണ്ടായാൽ മതി, ഇന്ന് ബാക്കിയുള്ളവർ എന്ത് പറയുന്നു പറഞ്ഞാൽ നടക്കില്ല. അത് സിനിമയായാലും ശരി പ്രേമമായാലും ശരി, നമുക്ക് എന്ത് വേണം, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാലേ ബാക്കിയെല്ലാം മാറി വയ്ക്കും. ഉറപ്പ് വരണം, ഉറപ്പ് വരണം. ഈ സോൾമീറ്റ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ അദ്ദേഹത്തെ കണ്ടപ്പോൾ? എനിക്ക് പരിചയമില്ലായിരുന്നു, അത്ര പരിചയം ഉണ്ടാക്കി പോയ ഗോസിപ്പുകളിൽ നിന്നുണ്ടായ പ്രണയമല്ലേ ഇത്? പക്ഷേ ആ ഗോസിപ്പുകളൊക്കെ വന്നപ്പോൾ സതീശൻ അതിനെ പ്രതികരിച്ച രീതി, ഇത് രാഷ്ട്രീയമാണ്, ഇത് മാറിക്കോളും, നിങ്ങൾ വന്ന് എൻ്റെ വീട് കാണും, എൻ്റെ വീട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും, ഇത് വെറുതെ ഇതിനെ ഒന്നും അല്ലാതെ എന്നെ വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കാമായിരുന്നു, കാണാൻ പോകാമായിരുന്നു, വർത്തമാനം പറയാൻ വരാമായിരുന്നു. ഒരു 6 മാസം ഗ്യാപ്പ് ഉണ്ടെന്ന് ആലോചിക്കണം അല്ലേ? ഒരു പ്രാവശ്യം പോലും ഇത്രയും അധികം പോസ്റ്ററും ആൾക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും എന്നെ വന്ന് കാണാനോ സംസാരിക്കാനോ ഫോൺ ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനുണ്ട്, നമുക്ക് കൊള്ളാലോ എന്ന് തോന്നൂലേ? ഞാൻ അത്ര മോശവുമല്ല കാണാൻ. അപ്പം അന്ന് ഇന്നത്തെ പോലെ അല്ലല്ലോ, അല്ല അന്ന് പക്ഷെ കുഴപ്പമില്ലായിരുന്നു. കോളേജിൽ കൊച്ചല്ലേ ഞാൻ, ഇപ്പം പോലെയാണോ 55 വയസ്സിലാണോ? അതങ്ങനെയല്ല. അപ്പോൾ നമ്മളെന്താ അത്രയും മൈൻഡ് ചെയ്യാതിരിക്കുന്ന, ഒരു തരത്തിലും ഒരു സംസാരിക്കുകയോ ഒന്നുമില്ല. കാണുമ്പോൾ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ വിഷമിക്കണ്ട കേട്ടോ, ഇതൊക്കെ രാഷ്ട്രീയമോ, മാറിക്കോളും, ഒന്നും പ്രശ്നമില്ല, ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ എനിക്കറിയാം അവരവിടെ സ്റ്റേറ്റ് സമ്മേളനത്തിൽ നിന്ന് സതീശനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്, SFI നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുക, ഞാനുമായിട്ട് പ്രേമമാണെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ വീട്ടിലാണ് എന്നെ പൂട്ടിയിടുന്നത്, ഞാൻ പ്രേമമാണെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ലത്തീഫ മാമൊക്കെ വന്നിട്ട് പാർവതി എന്തോ കല്യാണം കഴിച്ച് ഒളിച്ചോടി പോയി എന്നൊക്കെ കേൾക്കുന്നതൊക്കെ ഒന്നും നടന്നിട്ടില്ല ഞങ്ങളവേ. അപ്പോൾ അങ്ങനെ ഒരു സംസാരം പരിചയമൊന്നുമില്ല. അപ്പോഴാണ് സുന്ദർ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത്, ഇപ്പം പാർട്ടിയിൽ വലുതേ, ഒരു കത്ത് കൊടുത്തയച്ചു, കല്യാണ കത്ത് കൊടുത്തയച്ചിട്ട് സതീശൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്, വന്ന് വീടൊക്കെ കാണുമ്പം. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചല്ലേ എന്നെ കല്യാണം കഴിക്കുമോ? അപ്പോൾ സതീശൻ പറഞ്ഞാൽ ഞാൻ ഒരു കമ്മിറ്റി ഇരിക്കുകയാണ് പിന്നെ വിളിക്കാം, എന്നിട്ട് വിളിച്ചില്ല, വിളിച്ചേ ഇല്ല. അന്ന് പിന്നെ ഇങ്ങനെ മൊബൈലൊന്നും ഇല്ല വിളിച്ച് സംസാരിക്കാനായിട്ട്. ഈ അവഗണിച്ചതാണോ വാശി കൂട്ടിയത്? അല്ല, സതീശൻ വിചാരിക്കുന്നത് എനിക്കന്ന് 19 വയസ്സല്ലേ ഉള്ളൂ. പിന്നെ എന്നെക്കുറിച്ചുള്ള ഇമേജും ഡോക്ടറിൻ്റെ മോള്, പൈസ ഉള്ള വീട്, ധനാഢ്യമായ കുടുംബം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇവർക്ക് എന്തെങ്കിലും സജഷൻ സീരിയസ് ആയിട്ട് എടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ സജഷനോട് എപ്പോഴെങ്കിലും വിഷ്ണു ചോദിച്ചു നോക്കെ എന്തായിരുന്നു സംഭവം. സജഷൻ അങ്ങനെ എന്നെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ കല്യാണം അവിടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ചേച്ചി ചോദിച്ചു, പിന്നെ നിന്നെ പോലത്തെ കൂട്ടുകാരോ അവനുണ്ടാവും? അയ്യോ ഇന്ന് സഞ്ചിയൊക്കെ തൂക്കി നടക്കുന്ന കൂട്ടുകാരല്ലേ ഉള്ളൂ, മക്കളെ പോലത്തെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവന്, ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വിമൻസ് കോളേജിലാണ് പഠിക്കുന്നത്, അവനെങ്ങനെ പരിചയം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സജഷനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ സജഷനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കത്തില്ല. എൻ്റെ മക്കളെ അയ്യോ, എൻ്റെ 2 കൂട്ടുകാരികളായിട്ട് ഈ 2 വയസ്സത്തെ പിച്ചിപ്പോയി. പ്രത്യേക ഇങ്ങനെ നോക്കാം, ഇവർക്ക് എന്തിൻ്റെ കേടാണ്. അതോടുകൂടി സെറ്റായി. അല്ലാതെ സതീശൻ ചേച്ചി വിളിച്ച് പറഞ്ഞു നിനക്കെന്താ അവളെങ്ങനെ. ഇപ്പോഴും ഞാൻ ചേച്ചി ഭയങ്കര കൂട്ടാട്ടോ, മുത്തശ്ശി ഞാൻ ഇപ്പോഴും ഭയങ്കര കൂട്ടാണ്.
ഈ പ്രേമിച്ച് കഴിഞ്ഞിട്ട് ജീവിതം തുടങ്ങുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രേമിച്ച് കഴിഞ്ഞു, രജിസ്റ്റർ മാരേജ് ചെയ്തു, വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോയി.